ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ സൗണ്ട് കേട്ടോ? ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഇന്ന് നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുന്നത്. പൊട്ടാറ്റോ സ്റ്റിക്സ്. അപ്പോൾ ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിന് നല്ലവണ്ണം തൊലി ചെത്തി എടുക്കാം. കുട്ടികൾക്ക് പുറത്തു നിന്നും ഫ്രഞ്ച് ഫ്രൈസും മറ്റ് പൊരിച്ച സ്നാക്സൊക്കെ വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വീട്ടിലിതുപോലെ ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സ്നാക്കാണ്. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നല്ലോണം തൊലി ചെത്തി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ, അല്ലെങ്കിൽ കുട്ടികൾ കടയിൽ നിന്ന് എന്തെങ്കിലും സ്നാക്സ് വേണമെന്ന് ചോദിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് വേകുന്ന സമയം നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് ഉരുളക്കിഴങ്ങ് കഴുകി ഒരു കുക്കറിൽ പുഴുങ്ങാനായിട്ട് വെക്കാം. ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. നല്ലവണ്ണം ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം. കട്ടകളൊന്നും പാടില്ല. നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് അതിന് കിട്ടത്തുള്ളൂ. ഇവിടെ നല്ല പോലെ സോഫ്റ്റായിട്ടുള്ള ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്താണ്. ഇതിൽ കട്ടകളൊന്നും തന്നെ ഇല്ല. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞങ്ങൾക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. പിന്നെ ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ ചേർക്കുന്നത് ഇത് നല്ലവണ്ണം ഒന്ന് ബൈൻഡിങ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് കുഴച്ചിട്ട് പരത്തുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ലവണ്ണം കുഴച്ച് നല്ല സ്മൂത്തായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഇത് പരത്തി എടുക്കാനായിട്ടാണ് ഞാൻ ഈ കവർ എടുത്തേക്കുന്നത്. ഈ കവറിലോട്ട് ഞങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നിറച്ച് കൊടുക്കാം. നിങ്ങൾ കവർ ഉപയോഗിക്കാതെ ഡയറക്റ്റ് പരത്തുവാണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് പരത്തി മുറിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഇതിൽ പരത്തിയെടുക്കാൻ പറ്റും. എല്ലാം ഒരേ രീതിയിൽ പരത്തിയെടുക്കുക. ഞാനിവിടെ നല്ല രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഈ കവറൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കവർ കട്ട് ചെയ്ത് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. കണ്ടോ, ഒട്ടാതെ നല്ല രീതിയിൽ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് സ്റ്റിക്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാ പീസും ഒരേ അളവിൽ തന്നെ മുറിക്കാൻ ശ്രദ്ധിക്കണം. ചെറുതും വലുതുമൊക്കെ ആയിപ്പോയാൽ നിങ്ങൾ വറുത്ത് കോരുമ്പോൾ ചിലത് നല്ലവണ്ണം മൂത്ത് കിട്ടും, ചിലത് വേവ് കുറവായിരിക്കും. അതുകൊണ്ട് എല്ലാം ഒരുപോലെ മുറിക്കണം. ഞാനിവിടെ എല്ലാം ഒരേ അളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ട്രേയിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് ഓവൽ ഷേപ്പിലും കൂടെ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. നമുക്കിത് ഏത് ഷേപ്പിൽ വേണോ ചെയ്തെടുക്കാം. വറുക്കുന്നതിനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ സ്റ്റിക്സായിട്ട് സാവധാനം ഇട്ട് കൊടുക്കുക. പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാവധാനം തന്നെ ഇട്ട് കൊടുക്കണം. സ്റ്റിക്സ് എല്ലാം എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയമാക്കി വെക്കുക. അല്ലെങ്കിൽ പുറമേ മുരിഞ്ഞ് പെട്ടെന്ന് കറുത്തു പോവും, ഉള്ളിൽ വേഗത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഇത് ബ്രൗൺ കളർ ആകുന്നത് വരെ, ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക.
ഇട്ട് ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ വരെ ഇതിനെ ഇളക്കാൻ പാടില്ല. ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും അതിനെ മറിച്ചിട്ട് നല്ലവണ്ണം അത് വറുത്ത് കോരുക. ഇപ്പോൾ നല്ല കളറായി, ഞാനിത് വറുത്ത് കോരുവാണ്. ഇത് വറുത്തിട്ട് ആ പ്ലേറ്റിൽ ഇടുമ്പോൾ തന്നെ ഒരു സൗണ്ട് കേൾക്കും. അപ്പോഴേ നമുക്കറിയാം അത് എത്രത്തോളം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇത് മുഴുവനും വറുത്ത് എടുത്ത് കഴിയുമ്പോൾ പ്ലേറ്റ് കാലിയാവുന്നത് അറിയില്ല, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു പൊട്ടറ്റോ സ്റ്റിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓവൽ ഷേപ്പിലിട്ട് ചെയ്തതും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരാം. ഇത് വളരെ നല്ലൊരു സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. വലിയ സമയമോ വലിയ അധ്വാനമോ അങ്ങനെയൊന്നും തന്നെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്റ്റിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണാൻ തന്നെ എന്ത് രസമല്ലേ, നല്ല ക്രിസ്പിയാണിത്. ഇനി ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ ഗ്രീൻ ചട്നിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കഴിക്കാൻ. നമ്മുടെ മക്കൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ ഞങ്ങൾ വീട്ടിലെന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അത് നമുക്ക് വലിയ സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെ മക്കൾക്ക് വേണ്ടി ഇതുണ്ടാക്കി കൊടുക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന അഭിപ്രായം എന്നെ അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.